ഹലോ എവരിവൺ, എല്ലാവർക്കും AZB അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെ സുഖമല്ലേ? ഓക്കെ, അപ്പം നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളുടെ ഒരുപാട് സംശയങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിലും അല്ലാതെ നമ്മളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഞങ്ങൾ എക്സാമിനൊക്കെ പൊതുവെ അയക്കാറുണ്ട്. ഓക്കെ, ഈ പറഞ്ഞ PSC എക്സാമിനേഷനൊക്കെ ആകുമ്പോൾ ചിലതൊക്കെ എന്താണ് 1-2 വർഷമൊക്കെ കഴിഞ്ഞ ശേഷം ഫിംഗർ പ്രിന്റ് ബ്യൂറോയുടെ ഒക്കെ പറയുന്ന 2024 മുമ്പൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അയച്ച ശേഷം ഒരുപാട് കഴിഞ്ഞു. പത്രത്തിൽ ഒരുപാട് പരീക്ഷകളുണ്ടായിരുന്നു അല്ലേ? പരീക്ഷയിലൊക്കെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമ്മൾ ഒരുപാട് കാത്തിരിക്കാറുണ്ട്. ഓക്കെ, പക്ഷേ ഒരു പരീക്ഷകളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു കേട്ടു ഇത്തരത്തിലോ 2 അല്ല അധികമോ എക്സാമിനേഷനൊക്കെ ഇത്തരത്തിൽ എഴുതാതിരുന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ PSC പ്രൊഫൈലുകളൊക്കെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ PSC പ്രൊഫൈൽ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, എനിക്ക് എക്സാം എഴുതാൻ സാധിക്കുന്നില്ല എന്നുള്ളതൊക്കെ ഒരുപാട് ഡൗട്ടുകളൊക്കെ നമ്മളെ അവർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്കുണ്ടായ സംശയം കൂടിയാണ് ഇതെന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ പറയുന്ന പറഞ്ഞ പ്രമുഖ മാധ്യമങ്ങളിലും മറ്റുമായിട്ട് ഈ പറഞ്ഞ അതോട് ബന്ധ വാർത്തകളൊക്കെ വരികയും നമ്മൾ എന്ത് ചെയ്തു അത് അതോട് ബന്ധപ്പെട്ട ക്ലിപ്പിംഗ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വീഡിയോ ചെയ്തിട്ടുള്ളത്. ഓക്കെ, വ്യക്തമായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിരിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അതായത് ഈ പറയുന്ന പരീക്ഷ പ്രധാനമായിട്ട് ഈ 2 പരീക്ഷകളൊക്കെ എഴുതി കഴിഞ്ഞാൽ അടുത്തടുത്ത് വരുന്ന 2 പരീക്ഷകളൊക്കെ എഴുതാതിരുന്നു കഴിഞ്ഞാൽ പ്രൊഫൈലൊക്കെ ബ്ലോക്ക് ആകുക എന്നുള്ളതായിരുന്നു എന്ത് ചെയ്യുന്നത് സംശയം ഉണ്ടായിരുന്നത് അല്ലെ? ഉത്തരം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ ഇല്ല എന്നുള്ളതാണ്. കാരണം ഇതുവരെ ഇല്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം പ്രധാനമായിട്ടും PSCയുടെ എക്സാമിനേഷൻ പാറ്റേൺ ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഇപ്പം ഒരു ഡിസംബർ മാസത്തിലേക്ക് ഇപ്പം ഒരുപാട് എക്സാമിനേഷൻസ് ഒക്കെ ഈ പറഞ്ഞ PSC ഇപ്പം കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് അല്ലേ? ഏതൊക്കെയാണ് പ്രധാനമായിട്ട് ഈ പറയുന്ന വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, അതേപോലെ തന്നെ നമ്മുടെ പറഞ്ഞ SC/ST വിഭാഗത്തിലേക്ക് വേണ്ടി മാത്രമുള്ള ഈ പറയുന്ന സ്പെഷ്യൽ ഈ പറഞ്ഞ DYSP അല്ലെ എക്സാം, അതേപോലെ തന്നെ നമ്മുടെ ഫിംഗർ പ്രിന്റ് ബ്യൂറോ അല്ലെ ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലുള്ള എക്സാമിനേഷൻ, പൊതുവായിട്ടുള്ള എക്സാമിനേഷൻ പറയുന്നത് അത് കൂടെ വേറെ എക്സാമിനേഷൻ ഒക്കെ ഉണ്ട്. പ്രധാനമായിട്ട് ആളുകൾക്ക് നോക്കിയിരുന്ന് പഠിക്കുന്ന വിഭാഗത്തിലുള്ള എക്സാമിനേഷൻ ആണ് ഈ പറയുന്നത്. അതേപോലെ പിന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അല്ലെ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, അത്തരത്തിൽ ഒരുപാട് എക്സാമിനേഷൻ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ഡിസംബർ മാസത്തിലേക്ക് കണ്ടക്ട് ചെയ്യാനിരിക്കുകയാണ് അല്ലെ? അപ്പോൾ അതിനുള്ള നോട്ടിഫിക്കേഷനും അതുള്ള കാര്യങ്ങളും എന്നായിരിക്കും ഇപ്പോൾ എക്സാം വരുന്നത് എന്നുള്ളത് കാര്യങ്ങളും എന്നാണ് കൺഫർമേഷൻ കൊടുക്കുന്നുള്ള കാര്യങ്ങൾ എന്നൊക്കെ ഹാൾ ടിക്കറ്റ് ലഭിച്ചു തുടങ്ങുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പം പൊതുവെ ഈ പറഞ്ഞ എക്സാമിനേഷനൊക്കെ അടുത്ത് വരുമ്പോൾ ആളുകളൊക്കെ ഈ പറയുന്ന എന്തെങ്കിലും അത്യാവശ്യം വരും, എന്ത് ഹോസ്പിറ്റൽ കേസ് ആവാം, അല്ലെങ്കിൽ പറഞ്ഞ മാരേജ് ആവാം, അതേപോലെ തന്നെ എന്തെങ്കിലും അർജൻസി എന്തെങ്കിലും വരാറുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ ഈ പറയുന്ന കൺഫർമേഷൻ കൊടുക്കുന്നവരുണ്ട്, കൊടുക്കാത്തവരുണ്ട്. അപ്പൊ എന്തേ പറ്റും, ഈ പറയുക എക്സാമിനേഷൻ ഒക്കെ എഴുതാൻ സാധിച്ചെന്ന് വരില്ല. അപ്പൊ ഇത്തരത്തിൽ കുറെ വർഷങ്ങൾക്ക് മുമ്പ് കുറച്ച് ആളുകൾക്ക് മുമ്പായിട്ട് ഈ പറയുന്ന ഇത്തരത്തിൽ എക്സാമിനേഷനൊക്കെ അപ്ലൈ ചെയ്തവര് എന്ത് കൊടുക്കുന്നില്ലായിരുന്നു, ഈ പറയുന്ന എക്സാമിനേഷൻ വരാതാവും അല്ലെ? പറയുന്ന ഒരു ഹാളിലൊക്കെ പറയുന്ന എക്സാമിനേഷൻ നടത്തി കഴിഞ്ഞാൽ കുറെ പേര് എന്ത് ചെയ്യുന്നില്ല, അപേക്ഷ കൊടുത്തിട്ടുള്ള കുറെ പേര് എന്ത് ചെയ്യുന്നില്ല, നമുക്ക് ഈ പറയുന്ന അപേക്ഷ അയച്ചിട്ടും ഈ പറഞ്ഞ എക്സാമിനേഷൻ എഴുതാതിരിക്കുന്നതായിട്ട് കാണാൻ PS ശ്രദ്ധിച്ചു എന്നുള്ളതാണ് അല്ലെ? അത്രയും പേർക്ക് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറും OMR ഷീറ്റും അല്ല നമ്മൾ ഈ പച്ചടിച്ച് വെച്ചതിന് ശേഷം ഈ പറയുന്ന ഒന്നും പറഞ്ഞ എഴുതാൻ ആളില്ലെങ്കിൽ അവർക്ക് വലിയൊരു നഷ്ടമാണ് അല്ലെ? ഈ പറഞ്ഞ ഒരു സ്കൂൾ അവർ എടുത്തതിന് ശേഷം അത്ര അധ്യാപകരെ വെക്കുന്നു അല്ലെ? ഇപ്പൊ അധ്യാപകരെ വെക്കുന്നു, PSC ഓഫീസർമാരെ വെക്കുന്നു, അത് ഒരു ദിവസം തന്നെ എടുത്ത് ഇത്രയും സ്ഥലങ്ങളിലായിട്ട് ഇപ്പൊ എക്സാമിനേഷൻ ഒക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൻ്റെതുള്ള ചിലവുകൾ PSCക്ക് വരും അല്ലെ? അപ്പൊ അത്രയും ചില ചിലവുകൾ നടത്തിയാണ് PSC എക്സാമിനേഷൻ നടത്തുന്നത്. അപ്പൊ എന്ത് ചെയ്യും, അവർക്ക് അതൊരു നഷ്ടവും കൂടിയാണ് അല്ലെ? അപ്പൊ അങ്ങനെ സംവിധാനം വന്നപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിൽ അധികം എക്സാമിനേഷൻ നടത്തി കഴിഞ്ഞാൽ PSC എന്ത് ചെയ്യും, ഇത്തരത്തിൽ ഈ പറഞ്ഞ പ്രൊഫൈലെ ബ്ലോക്ക് ചെയ്യുന്നുള്ള പ്രൊഫൈൽ ബ്ലോക്ക് ചെയ്യുന്നുള്ള ഒരു സംവിധാനമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരുപാട് പേർക്ക് ഇത്തരത്തിൽ അർജന്റായിട്ടായിരിക്കും എന്തെങ്കിലും ആവശ്യങ്ങൾ വരുന്നത്. അപ്പൊ അർജന്റായിട്ട് ആവശ്യങ്ങൾ വരുന്ന സമയങ്ങളിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സാമിനേഷൻ എഴുതാൻ പറ്റിയെന്ന് വരില്ല അല്ലെ? ഈ പറയുന്ന എക്സാമിനേഷൻ ചെയ്യാൻ പറ്റില്ല, എഴുതാൻ പറ്റിയെന്ന് വരില്ല എന്ന് നോക്കുക. പ്രധാനമായിട്ടും അങ്ങനെ എഴുതാൻ പറ്റാതെ വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ഇങ്ങനെ ഈ പറഞ്ഞ പ്രൊഫൈലൊക്കെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നെ എക്സാമിനേഷനൊക്കെ ഈ പ്രൊഫൈൽ ബ്ലോക്ക് ചെയ്താൽ പിന്നെ ബാക്കിയുള്ള എക്സാമിനേഷൻ അയക്കാനോ അല്ലെങ്കിൽ പറഞ്ഞ എക്സാമിനേഷൻ എഴുതാനോ സാധിക്കാതെ വരും അല്ലേ? പറയുന്ന സൗകര്യമുള്ള സമയത്ത് നമുക്ക് ഇന്ത്യയിൽ എക്സാമിനേഷൻ ആകാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പറഞ്ഞ PSC പിന്നെ എന്ത് കൊണ്ടുവന്നത്, കൺഫർമേഷൻ ഉള്ള പരിപാടി കൊണ്ടുവന്നത്. അല്ലെങ്കിൽ പറഞ്ഞ എക്സാമിനേഷൻ മുമ്പായിട്ട് ഒരു 3 മാസം മുമ്പൊക്കെ എന്ത് ചെയ്യുന്നത്, കൺഫർമേഷൻ കൊടുക്കുന്ന ഒരു പരിപാടിയായിട്ട് എന്ത് PSC വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം PSC പറഞ്ഞ കൺഫർമേഷൻ സംവിധാനം കൊണ്ടുവന്നെങ്കിലും ഇപ്പം ഒരുപാട് പേര് ഈ പറഞ്ഞ കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം PSCയുടെ എക്സാമിനേഷൻ എഴുതാമെന്ന് പറഞ്ഞ് കൺഫർമേഷൻ ഈ പറഞ്ഞ കൊടുത്തതിന് ശേഷം ഒരുപാട് പേര് എന്ത് ചെയ്യുന്നില്ല, ഈ പറയുന്ന എക്സാമിനേഷൻ എഴുതാതിരിക്കുക പതിവായി ഒരു സംഭവമായിട്ട് മാറുകയായിരുന്നു. ഓക്കെ, അപ്പൊ അതാണ് അത് പറഞ്ഞ PSCക്ക് ഒരു ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്,
ഇത്തരത്തിൽ സംവിധാനത്തിലേക്ക് അവർ കടക്കാൻ വേണ്ടി ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അല്ലെ പറയുമ്പോൾ മാധ്യമങ്ങളിൽ മറ്റേടെയും കാണാൻ സാധിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അല്ലെ. നോക്കുക, പ്രധാനമായിട്ടും ഇപ്പോൾ പരീക്ഷ എഴുതാന്നുണ്ട് സ്വന്തം വിവാഹം അല്ലെങ്കിൽ അടുത്ത ബന്ധുവിന്റെ വിവാഹം ആയിരിക്കും, അല്ലെങ്കിൽ UPSC അല്ലെങ്കിൽ IBPS പോലുള്ള മറ്റ് പ്രധാനപ്പെട്ട എക്സാമിനേഷൻ വരും. SSC ഉണ്ട്, IBPS എക്സാമിനേഷൻ വരാൻ, ബാങ്കിന്റെ എക്സാമിനേഷൻ എഴുതുന്നവരുണ്ട്, IBOD ഇന്റലിജൻസ് ബ്യൂറോ എക്സാമിനേഷൻ വരുന്നവരുണ്ട്, റെയിൽവേയുടെ എക്സാമിനേഷൻ, NDPS എക്സാമിനേഷൻ എഴുതുന്നവരുണ്ട് അല്ലെ. അതിന് ആർമിയുടെയും മറ്റുള്ള എക്സാമിനേഷൻ ഒക്കെ എന്താണ് ഇപ്പോൾ CDSO UPSCയുടെ മറ്റേ എക്സാമിനേഷൻസോ അല്ലെ, ഒരുപാടൊക്കെ എക്സാമിനേഷൻസ് ഇല്ലേ. അപ്പൊ അത് എഴുതുന്നവർ കാണും, അതിന് ഇന്റർവ്യൂ ഉള്ളവർ കാണും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ളവർക്ക് പറ്റില്ല ഈ പറഞ്ഞ എക്സാമിനേഷൻ വാക്കുകളൊക്കെ എഴുതാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അത്തരത്തിലുള്ളവർക്ക് ഈ പറയുന്ന അഭിമുഖമോ അതേ ദിവസം വരികയോ ഒഴിച്ചുകൂടാനാവാത്ത കാരണക്കാരായ പരീക്ഷ എഴുതാൻ ആവാതെയോ ഈ പറഞ്ഞ ഈ വാർത്തകൾ ഇക്കാര്യം ചെയ്യുന്ന രേഖപ്പെടുത്തുകയും രേഖകളായിട്ടുള്ള അഭിപ്രായം ഹാൾ ടിക്കറ്റ് അല്ലെങ്കിൽ അതിന്റെ ഇന്റർവ്യൂ മെമ്മോയം അഡ്മിഷൻ ടിക്കറ്റ് വെഡിങ് ഇൻവിറ്റേഷൻ അത് മറ്റേ രേഖപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ശേഖരിക്ക് വയ്ക്കുന്നത് ഇപ്പോൾ എപ്പോഴെങ്കിലും PSC ആവശ്യപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിലുള്ള സംവിധാനത്തിൽ എന്ത് അവിടെ ഈ പറഞ്ഞ PSC ഓഫീസിനെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും, ഈ പറഞ്ഞ പ്രൊഫൈൽ തിരിച്ചു കിട്ടുകയും ചെയ്യും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത്തരത്തില് അങ്ങനെ ഒരു സംവിധാനം PSC ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. ഓക്കെ, പേടിക്കാൻ വേണ്ടി ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. ഈ പറയുന്ന ഒരുപാട് പേർക്ക് മെസ്സേജുകൾ വരുന്നതുകൊണ്ടാണ് ഈ പറഞ്ഞ വീഡിയോ നമ്മൾ വരുന്നത്. ഓക്കെ, ഒരുപാട് പേർക്ക് മെസ്സേജ് പറയുന്നത് നമ്മളെ കോൺടാക്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത് ഇത്തരത്തിലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത്തരത്തിലാണ് ഈ പറയുന്ന എന്തെങ്കിലും കല്യാണമോ എന്തെങ്കിലും എമർജൻസി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പറയുന്ന ആ സംവിധാനം അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് ഇപ്പൊ എക്സാമിനേഷൻ ആണെങ്കിൽ ഹാൾ ടിക്കറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് കല്യാണം ഇൻവിറ്റേഷൻ കാർഡുകളോ ഇപ്പൊ ഇന്റർവ്യൂ ആണ് ഇന്റർവ്യൂയുടെ പേപ്പറോ മറ്റു കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന PSC ഓഫീസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന രീതിയിൽ അതൊക്കെ സോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഈ പറയുന്ന രീതിയിൽ ആ പ്രശ്നങ്ങളൊക്കെ എന്ത് ഈ പറഞ്ഞ് പരിഹരിച്ചെടുക്കാൻ സാധിക്കുന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ ഇതുവരെ എന്ത് ചെയ്യില്ല, PSC അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ എന്താണ് അവർ ആലോചനയിലുണ്ട്. ഓക്കെ, ഇതാണ് അവർ ആലോചന ഇത്തരത്തിലൊരു സംവിധാനം ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എക്സാമിനേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ സാധിക്കുമെങ്കിൽ ഓക്കെ, എന്തെങ്കിലും ചെറിയ കാരണങ്ങളൊക്കെ കൊണ്ടാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, മാറ്റിവെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പൊതുവെ മാറ്റിവെക്കാൻ ശ്രമിക്കുക. ഓക്കെ, രണ്ടോ അതിലധികം പരീക്ഷയൊക്കെ എഴുതാതിരുന്ന് കഴിഞ്ഞാൽ എനിക്കറിയാം പൊതുവെ ആ മനുഷ്യനായി കഴിഞ്ഞാൽ ശരിയാണ്, എന്താണ് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എഴുതാൻ പറ്റുന്ന വരില്ല. പക്ഷേ ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ എന്താണ് തീർച്ചയായിട്ടും ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം ഇത്രയും ലക്ഷങ്ങളൊക്കെ മുടക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലൊരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പൊ അവർക്ക് എന്താണ് അതിന്റെ ബുദ്ധിമുട്ട് വരും. അപ്പൊ നിങ്ങൾക്ക് എന്താണ് സമയമുള്ള സമയത്തൊക്കെ ഇപ്പൊ പറഞ്ഞ് എഴുതാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ, അപ്പൊ അടുത്ത വട്ടം രണ്ടാമത്തെ വട്ടങ്ങൾ എന്താണ് ഈ വട്ടം അയച്ചു രണ്ടാമത്തെ എക്സാം എഴുതാൻ പറ്റില്ല, ഇനി നോട്ടിഫിക്കേഷൻ അയക്കാൻ ശ്രമിക്കാൻ നമുക്ക് അയക്കാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ, അയക്കാൻ പറ്റില്ല, എക്സാമിനേഷൻ എഴുതാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ, അപ്പൊ അതൊക്കെ എന്ത് ചെയ്യും, മറ്റൊരു കാലത്ത് ഭാവിയിലൊക്കെ എന്ത് ചെയ്യും, ഒരുപാട് ദോഷം ചെയ്യുന്നുള്ളതാണ്. നമുക്ക് പിന്നെ ഇപ്പൊ ഏജ് ഓവറൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എക്സാമിനേഷൻ എഴുതാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പരമാവധി എഴുതാൻ പറ്റുന്നവർ പരമാവധി എഴുതാൻ പറ്റുന്ന സുഹൃത്തുക്കളെല്ലാം തന്നെ എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞ എക്സാമിനേഷൻ വരികയാണെങ്കിൽ അതിന് കൺഫർമേഷൻ കൊടുക്കാൻ ശ്രമിക്കുക. കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോയി എഴുതാനും ശ്രമിക്കുക. ഓക്കെ, അതാണ് പോയി എഴുതാനും ശ്രമിക്കുക എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ പറഞ്ഞ വില്ലേജ് ബിൽഡ് അസിസ്റ്റന്റ്, ബെക്കോ LDC, കമ്പനി വോളണ്ടിയേഴ്സിന്റെ ഒക്കെ വേണ്ടി തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഓരോ ബാച്ചിനും വേണ്ടിയിട്ട് ഓരോ കോഴ്സുകൾ എടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇപ്പോൾ ഓരോ ബാച്ചിന് വേണ്ടിയിട്ട് ഓരോ കോഴ്സ് എടുത്ത് പഠിക്കുന്നവരുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഏസ്ഡ് ബാക്കായിട്ട് നിങ്ങൾക്ക് വേണ്ടി 3-in-1 ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവിടെ പ്രധാനപ്പെട്ട പ്രത്യേകം പറഞ്ഞാൽ ഡെയിലി സ്റ്റഡി പ്ലാൻ, ലൈഫ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളും അതേപോലെ തന്നെ ഡെയിലി മോക്ക് ടെസ്റ്റുകളും അതേപോലെ ഫുൾ സിലബസ് കവറേജുകളും അതേപോലെ പറഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെക്ഷൻസും ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസും മെന്റർഷിപ്പ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് കവറേജാണ് നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറയുന്ന ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ AZ ബാക്ക് നമ്മുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ ആപ്സിൽ അവൈലബിൾ ആക്കുന്നത്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം കോഴ്സ് പർച്ചേസ് ചെയ്യാം. അതല്ല എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ എഴുതി കഴിക്കുന്ന നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, 9995467246 നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏതൊരു സംശയം നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും സജഷനോ എന്തെങ്കിലും കാര്യം ഉണ്ടല്ലോ, അപ്പോൾ ഇപ്പം എന്ത് ചെയ്യാം, ഫോണിൽ വിളിച്ച് സംസാരിക്കാൻ ഇപ്പോൾ എന്നാൽ ബുദ്ധിമുട്ടുള്ള ആളുകൾ കാണും അല്ലേ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് താഴെ കൊടുത്ത് നമ്മുടെ ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ഡൗട്ടും സജഷനും കാര്യങ്ങളൊക്കെ അവിടെ രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ, തീർച്ചയായിട്ടും ഉത്തരം ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഈ കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുക. അതുപോലെ പറയുന്ന എക്സാമിനേഷൻസ് എഴുതാൻ പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞ കൺഫർമേഷൻ എക്സാമിനേഷൻ എഴുതാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇന്ത്യ കൺഫർമേഷൻ കൂടെ കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, എക്സാമിനേഷനുള്ള കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ എക്സാമിനേഷൻ പോകാൻ ശ്രമിക്കാം. കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ എക്സാമിനേഷൻ തീർച്ചയായിട്ടും എഴുതാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ PSC ഇത്തരത്തിലൊരു സംവിധാനം കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതിന് തൊട്ടുമ്പോൾ അവരെ അറിയിക്കും. ഓക്കെ, ഈ പറയുന്ന സംവിധാനം വരികയാണെങ്കിൽ തൊട്ടുമ്പായിട്ട് അവർ എന്ത് ചെയ്യാതെ അറിയിക്കുന്നതായിരിക്കും, നോട്ടീസ് ഒക്കെ തന്നവരെ അറിയിക്കുന്നതായിരിക്കും. അല്ലാതെ പെട്ടെന്ന് അവർ ബ്ലോക്ക് ചെയ്യില്ല. ഓക്കെ, അവർ നോട്ടീസൊക്കെ ഇറക്കിയ ശേഷം അവർ എന്ത് ചെയ്യുന്നത് നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് നിലവിൽ അങ്ങനെ കാണുന്നില്ല എങ്കിൽ പോലും എന്താണ് എക്സാമിനേഷൻ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എഴുതാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ പഠിക്കുന്നവരൊക്കെയാണെങ്കിൽ നല്ല രീതിയിൽ പഠിക്കുക. ഇപ്പോൾ എക്സാമിനേഷൻ വരാൻ പോവുകയാണ്. നമ്മുടെ ഇപ്പോൾ ഡിസംബർ മാസത്തിൽ ഒരുപാട് എക്സാമിനേഷൻ വരുന്നുണ്ട്.
ഇപ്പോൾ എക്സാമിനേഷൻ എഴുതുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ പറയുന്ന സ്റ്റഡി സെഷനൊക്കെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഓക്കെ, നല്ല ദിവസം ആശംസിക്കുകയാണ്. താങ്ക്